ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന 10th പ്രിലിമിനറി സ്റ്റേജ് 2 എക്സാമിനേഷൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉമാണ് ശരിയായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഭക്രാനങ്കൽ സത്ലജ്, 2 ഹിരാക്കുഡ് മഹാനദി, 4 സർദാർ സരോവർ നർമ്മദ. ഇനി തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി റിവറിലാണ്. ഭഗീരഥി റിവർ. അടുത്ത ചോദ്യം നോക്കാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അടുത്ത ചോദ്യം, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപർ ആയിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2 EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3 സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. സതിഹിതബോധിനി എന്നുള്ളതാണ് രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത്. ബാക്കിയെല്ലാം രാജാറാം മോഹൻ റോയിയുടെ കൃതികളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, 3 കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. കേരള മീഡിയ അക്കാദമി കാക്കനാടാണ്, കൊച്ചി. കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. 1 കൊടുത്തിരിക്കുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഫിലിപ്പീൻസ് ആണ്. അതുപോലെ നമുക്ക് ശരിയായവയൊന്ന് നോക്കാം. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. അടുത്ത ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഉത്തരം നമച്ച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഉത്തരം കരീവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഉത്തരം റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഉത്തരം ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഉത്തരം ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഉത്തരം കസാൻ, റഷ്യ. അടുത്ത ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഉത്തരം ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഉത്തരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഉത്തരം 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഉത്തരം
കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ളത് ഏതാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഉത്തരം ധൊളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇത് രചിച്ചത് ജ്യോതിറാവു ഫുലെ ആണ്. അടുത്ത ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് ചേരുംപടി ചേർത്തൊന്ന് വായിച്ചു നോക്കാം. 1. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഉത്തരം സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ആനന്ദ മഠം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ഇവരെല്ലാവരും ഉണ്ട്. ആരൊക്കെയാന്ന് നോക്കാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജകുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ടു കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ഉത്തരം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം കബനി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഉത്തരം PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം രാമനാട്ടം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഉത്തരം നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഉത്തരം നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 4ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഉത്തരം നിഹോൺ ഹിഡാൻക്യോ. അടുത്ത ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മിയാണ് ശരിയായ ആൻസർ. ശ്രദ്ധിക്കുക, ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമുക്ക് മറ്റുള്ളവയെന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു, ദർശനമാല, ചട്ടമ്പി സ്വാമികൾ, പ്രാചീന മലയാളം, വൈകുണ്ഠ സ്വാമികൾ, അഖിലത്തിരുട്ട്. അടുത്ത ചോദ്യം,
2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാവുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര പോരാളി? ഉത്തരം അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി? ഉത്തരം കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഉത്തരം ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഉത്തരം ഗോൾജി കോംപ്ലക്സ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഉത്തരം ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. ഇതാണ് തെറ്റായ പ്രസ്താവന. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരി 3ഉം 4ഉം തെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. 2, ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇവ ശരിയാണ്. തെറ്റായ പ്രസ്താവനകൾ: ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. അടുത്ത ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഉത്തരം തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അടുത്ത ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഉത്തരം ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ? ഉത്തരം അൽനിക്കോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഉത്തരം ബേക്കലൈറ്റ്. അടുത്ത ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം? ഉത്തരം ബ്യൂട്ടെയിൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്? ഉത്തരം ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ഉത്തരം ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്? ഉത്തരം ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഉത്തരം ആറ്റോമിക് റിയാക്ടറുകൾ. കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം? ഉത്തരം അൾട്രാസോണിക്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിന്റെ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ സി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ എ, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ ഡി, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ ഡി, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ എ, 94 ഓപ്ഷൻ സി, 95 ഓപ്ഷൻ ബി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ എ, 98 ഓപ്ഷൻ എ, 99 ഓപ്ഷൻ സി, 100 ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.